ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഓഷ്യൻ ഷാക്കിലാണ്. ഇന്ന് ഇക്കയുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങളൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുവാണ്. പുറകിൽ അവർ വരുന്നുണ്ട്. അപ്പോൾ ഫായ്ക്കും ഭാഗത്തും കണ്ണാടി വെച്ച് സ്റ്റൈലൊക്കെ നിന്ന് ഓരോ പോസൊക്കെ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ചില്ലായിട്ട് വൈബോട് കൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഓഷ്യൻ ഷാക്ക്. ഞാൻ വെറുതെ പറയുന്നില്ല, നമുക്ക് ആ ഒരു ഒരു പകൽ വേറൊരു വൈബും നൈറ്റ് വേറൊരു വൈബുമാണ് കേട്ടോ ഇവിടെ. കാരണം പകൽ വന്നവർക്കറിയാം അതിൻ്റെ ഒരു വൈബ്, അതേപോലെ നൈറ്റും അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസാണ് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതിനൊരു ബലൂൺ കിട്ടി, അത് വെച്ച് വീർപ്പിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു ചെറിയൊരു ഊട്ടയുള്ളതുകൊണ്ട് വീർപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ബർത്ത്ഡേ ബോയ് അടിപൊളിയായിട്ട് പോസൊക്കെ കൊടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. പല പോസ്റ്റിലൊക്കെ ഇരുന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേ എല്ലാവരും കൂടെ ചേർന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് അവൻ എല്ലാവർക്കും വെച്ചൊക്കെ കൊടുത്ത്. പാത്തും ഫായ്ക്കും അടുത്തൊന്നും മാറുന്നില്ല. കേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് നാണംകെടത്തിലെ മാറ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടിനെയും മാറ്റിയത്. പിന്നെ എല്ലാവർക്കും കേക്കെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പം അവളുടെ അനിയത്തി ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പിന്നെ നൗസിയും പക്കുറിനും ഇക്കായും ഞാനും എല്ലാം കേക്കെല്ലാം അവനും വെച്ച് കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്തോ ആയിരിക്കും, ഫുഡ് വിട്ടുള്ള ഒരു പരിപാടി ഞങ്ങളില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് സെറ്റൊക്കെ ചെയ്തൊക്കെ തന്നവർ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇനി ഫുഡിനുള്ള വെയിറ്റിങ്ങില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊണ്ടുവന്ന്. ഇതെന്തുവാ പേരെന്ന് എനിക്കറിയത്തില്ല. പാൽ പൊറോട്ട ആണോ ചട്ടി പൊറോട്ട ആണോന്ന് അറിയത്തില്ല. കാരണം അതിൽ പാലൊക്കെ ചേർത്ത് മുട്ടയും ഇറച്ചിയൊക്കെ ചേർത്ത് ഒക്കെയുള്ള നമ്മുടെ പൊറോട്ട നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട്. എനിക്കൊന്ന് പാൽ പൊറോട്ട ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നൗസിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത്. ഇതിൽ ഉപ്പില്ല, അതൊഴിച്ചിട്ടാണെങ്കിൽ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ഉപ്പിൻ്റെ ഒരു ചെറിയൊരു കുറവ് കാരണം ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്ത് അവിടെ നേരെ ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോവാണേ. ഇനി അടുത്ത പരിപാടി വീട്ടിലാണ്. ഇന്ന് എൻ്റെ ഇക്കയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അത് നമ്മൾ സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ നിന്നിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത് ഇവിടെയും ഒരു കേക്കെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി കേക്കല്ലേ, കാണാൻ തന്നെ ഭംഗി. അപ്പോൾ ഇനി നമുക്ക് കേക്കെല്ലാം കട്ട് ചെയ്യാവേ. നമ്മളെക്കാട്ടി പ്രാധാന്യം മക്കൾക്കാണല്ലേ. മക്കൾ ആദ്യം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഇരിക്കും. എന്തിനാ, ഫസ്റ്റിലേ അവർക്ക് കേക്ക് കിട്ടാൻ. അതാണ് അവരുടെ തന്ത്രം. അപ്പോൾ അത് കേക്കെല്ലാം കട്ട് ചെയ്ത് പിള്ളേർക്കെല്ലാം വായി വെച്ച് കൊടുത്ത് പാത്രം ഇങ്ങനെ ആകാംക്ഷഭരിതനായിട്ടിരിക്കുക. എനിക്ക് കേക്ക് കിട്ടിയില്ലല്ലോ. ആ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാകത്തില്ലേ. അങ്ങനെ പിള്ളേർക്കെല്ലാം കേക്കെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് വാപ്പിക്കും ഉമ്മിക്കും പിന്നെ അനിയനും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കെല്ലാം വായി വെച്ച് തന്ന് ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കെല്ലാം കൊടുത്ത്. ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം നമുക്ക് ആകപ്പാട് ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൊന്നാണിത്. നമ്മുടെ ബർത്ത്ഡേ ആകട്ടെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു സെലിബ്രേഷൻ ആകട്ടെ, അത് നമ്മൾ ആഘോഷിക്കുക. അത് ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും എല്ലാവരുമായിട്ട് ചേർന്ന് ആഘോഷിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിയുമ്പോൾ ഇക്കയുടെ ക്രിക്കറ്റ് ഫ്രണ്ട്സിന് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും പോയി കേക്കെല്ലാം കട്ട് ചെയ്ത്. ഇന്ന് കേക്കിനോട് കേക്ക്. ഇവിടെ ഞങ്ങൾ പോയില്ല കേട്ടോ, ഇക്കാൻ മാത്രമേ പോയുള്ളൂ. ഇതൊക്കെ അവരുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു മനസ്സിന് നമുക്കും ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻറ്റുകൾ നിങ്ങളും ആഘോഷിക്കുക കേട്ടോ. നിങ്ങളും ഇങ്ങനെയുള്ള മൊമെൻറ്റുകൾ ആഘോഷിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.